നമസ്കാരം. MD വ്ളോഗേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ച് തൃക്കാക്കരപ്പനെ വെക്കാന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു ആചാരം നിലനിൽക്കുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ് സ്ഥലം. ഒരുവിധം എല്ലാ വീടുകളിലും ഓണായി കഴിഞ്ഞാൽ മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തൃക്കാക്കരപ്പനെ നിർമ്മിച്ച് വെക്കും. അപ്പൊ ആ ഒരു തൃക്കാക്കരപ്പനെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അതുപോലെ തന്നെ അതുമായി അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കൃത്യസമയത്ത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തൃക്കാക്കരപ്പനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മണ്ണ് നന്നായി നനച്ച് കുഴച്ച് അത് നല്ല സോഫ്റ്റ് ആക്കി ഉരുട്ടി എടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു പലകയിൽ തട്ടി 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 ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ തട്ടി തട്ടി ഏകദേശം ഷേപ്പിലായുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് വരുന്ന വരെ നമ്മളിങ്ങനെ ഈ ഒരു പലകയിൽ തട്ടി തട്ടി ഇതിനെ കറക്റ്റ് ഷേപ്പാക്കി എടുക്കണം. അത് മാത്രമല്ല കറക്റ്റ് അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല മിനിസ്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ കറക്റ്റായി തട്ടി ഒപ്പാക്കി വെക്കണം. ഇതാണ് ഞാൻ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഈ വീട് കാണുന്ന ഈ ഒരു ഡിസൈനാണ് നമ്മുടെ തൃക്കാക്കരപ്പന ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരെണ്ണമല്ല, ഒരു കുറേ എണ്ണം വേണം. നമുക്കിതിൽ ചെറുതും വേണം കുറച്ച്, പിന്നെ കുറച്ച് വലുതും വേണം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ചെറുതായിരുന്നു, ഇപ്പം ഉണ്ടാക്കിയത് വലുതാണ്. നമ്മൾ ഇതേപോലെ ഓരോന്നിനും ശരിയാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി ഒരുത്തിൽ വെക്കുകയാണ്. ഇത് എങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് വലുത് 5 എണ്ണം വേണം. പിന്നെ ആ വലുതിൻ്റെ ഒപ്പം വയ്ക്കാൻ 2 ചെറുതും, പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഗേറ്റിൽ, അതുപോലെ കിണറിൻ്റെ അടുത്ത്, അതുപോലെ പൂക്കളത്തിൻ്റെ സെൻട്രലായിട്ട്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും പാമ്പുകാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ തൃക്കാക്കരപ്പന്മാരെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ വലുതിൻ്റെ പണി കഴിഞ്ഞിട്ട് നമ്മളിതിപ്പോൾ ചെറിയ തൃക്കാക്കരപ്പൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തട്ടി 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 അത്യാവശ്യം കുറച്ച് പണിയുണ്ട്. നമ്മൾ ഈ മണ്ണ് നമ്മൾ വിചാരിച്ച രൂപത്തിലേക്ക് പതുക്കെ തട്ടി തട്ടി ഇങ്ങനെ എടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇതിപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരു ആചാരമല്ല, ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു ആചാരമുള്ളൂ. ഞങ്ങളിവിടെ തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ്. ഇവിടെ ഒരുവിധം ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും ഈ ഓണക്കാലത്ത് തൃക്കാക്കരപ്പനെ വയ്ക്കാന്നുള്ളൊരു ആചാരം ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഏകദേശം നമ്മുടെ തൃക്കാക്കരപ്പന്മാരനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഞാൻ പറഞ്ഞു 5 വലുതും, പിന്നെ ആ വലുതിൻ്റെ ഒപ്പം വയ്ക്കാൻ 2 ചെറുതും, പിന്നെ നമ്മൾ കിണർ അതുപോലെ പൂക്കളത്തിൻ്റെ സെൻറ്ററിൽ അങ്ങനെയൊക്കെ വയ്ക്കാൻ വേണ്ടി അതിൻ്റെ ഒരു എണ്ണം നോക്കിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് തുമ്പച്ചെടി. ആ തുമ്പച്ചെടിയുടെ പൂവാണ് നമ്മൾ ഈ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് പൂവട എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കും. ആ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂവട എടുത്തത്. പിന്നെ തുളസി, അതുപോലെ തന്നെ 6 മാസം അല്ലെങ്കിൽ കൃഷ്ണകിരീടം എന്ന് പറയുന്ന പൂവാണത്. പിന്നെ മറ്റ് പൂവുകളൊക്കെ നമ്മൾ എടുക്കും. ഇതൊക്കെ നമ്മുടെ തൃക്കാക്കരപ്പന അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. പിന്നെ നമ്മളിത് അണിയാണ്, മാവ് ഒഴിച്ചിട്ട് നമ്മൾ അണിഞ്ഞിട്ടാണ് നമ്മൾ തൃക്കാക്കരപ്പന വയ്ക്കുക. അപ്പോൾ അണിയലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാവ് കൊണ്ട് വെറുതെ നമ്മൾ അണിയുക ഒരു ഡിസൈനിൽ, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന ഡിസൈനിൽ അണിയണമെന്നൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണോ അണിയാൻ കഴിയുക അതുപോലെ അണിയുക. അപ്പം നമ്മുടെ തൃക്കാക്കരപ്പനെ വെക്കാനുള്ള സ്ഥലം നമ്മൾ അണിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്ത ഈ ഒരു സ്ഥലത്തിൻ്റെ നമ്മളൊരു ഇലയാണ് ആദ്യം വെക്കണേ. ഈ ഇലയുടെ മുകളിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം
നമ്മൾ പീഠം എന്ന് പറയും. അപ്പോൾ ആ ഒരു പീഠമാണ് ഇപ്പോൾ വെച്ചത്. അപ്പോൾ തൃക്കാക്കരപ്പന് പീഠം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരലയും കൂടി ഇടും. നമ്മൾ 2 പീഠം വെച്ച് അതിൻ്റെ മുകളിൽ ഒരലയും കൂടി. ഇനി അതുപോലെ നമ്മുടെ റെഡി ആയിരിക്കണം നമ്മുടെ തൃക്കാക്കരപ്പന്മാരേനെ ഇനി നമ്മൾ ആ പീഠത്തിൻ്റെ മുകളിലേക്ക് വയ്ക്കലാണ് നമ്മുടെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ 5 വലിയ തൃക്കാക്കരപ്പന്മാരിൽ ഒരു തൃക്കാക്കരപ്പനെ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ 4 സൈഡിൽ നിന്നും ഓരോ തൃക്കാക്കരപ്പന്മാരും കൂടി വെച്ച് അങ്ങനെ 5 തൃക്കാക്കരപ്പന്മാരേനെ വെച്ച് മിനുസാക്കി എടുത്തിട്ടുള്ള ഒരു രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 5 തൃക്കാക്കരപ്പന്മാരുടെ ഒപ്പം തന്നെ 2 ചെറിയ തൃക്കാക്കരപ്പന്മാരും കൂടി വെക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ 2 തൃക്കാക്കരപ്പന്മാരും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഈ ഒരു തൃക്കാക്കരപ്പൻ്റെ പണി മെയിനായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിണറിൻ്റെ അടുത്തും അതുപോലെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ പൂക്കളത്തിൻ്റെ സെൻറ്ററിലൊക്കെ വയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ചെറിയ തൃക്കാക്കരപ്പന്മാരനെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തൃക്കാക്കരപ്പന്മാരനെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്കിവിടെ ഒരിടത്തിലിരുത്തണം. അവർക്കും നമുക്ക് പൂജ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവരേനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ തൃക്കാക്കരപ്പന്മാരൊക്കെ ഓരോരുത്തരായിട്ട് എടുത്ത് നമ്മൾ ആ ഒരു ഇലയിലേക്ക് വെക്കുകയാണ്. നമുക്കിവിടെ 5 സ്ഥലത്ത് വെക്കാണ്ട്. അപ്പോൾ നമ്മൾ 5 തൃക്കാക്കരപ്പന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ തൃക്കാക്കരപ്പന്മാരൊക്കെ വെക്കൽ കഴിഞ്ഞു. പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് ഈ അണിഞ്ഞ മാവില്ലേ, ആ മാവ് കൊണ്ട് തന്നെ നമ്മൾ തൃക്കാക്കരപ്പന്മാരുടെ മുകളിലൂടെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഓരോ വര പോലെ മാവ് കൊണ്ട് ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ഈ വലിയ തൃക്കാക്കരപ്പന്മാരുടെ മുകളിൽ മാത്രമല്ല, വലിയ തൃക്കാക്കരപ്പൻ്റെയും അതുപോലെ തന്നെ ചെറിയ തൃക്കാക്കരപ്പന്മാരുടെയും ഒക്കെ മുകളിൽ കൂടെ നമുക്ക് ഈ ഒരു മാവ് ഒഴിക്കണം. അങ്ങനെ ഈ മാവ് ഒഴിക്കുന്നതൊക്കെ നമ്മുടെ ഈ തൃക്കാക്കരപ്പനെ അലങ്കരിക്കണതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യണതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പൂക്കളെല്ലാം ഇതുപോലെ അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് കാണാം, വീഡിയോയിൽ കാണാം അതിനെ അലങ്കരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചെറിയ തൃക്കാക്കരപ്പന്മാരുടെ മുകളിലും അതുപോലെ തന്നെ വലിയ തൃക്കാക്കരപ്പന്മാരുടെ മുകളിലും എല്ലാം നമ്മൾ മാവ് കൊണ്ട് അലങ്കരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ തുമ്പച്ചെടിയാണ് നമ്മൾ ആദ്യം അലങ്കരിക്കാനായി എടുത്തേക്കുന്നത്. തുമ്പച്ചെടികൾ നമ്മൾ ഈ ഒരു വലിയ തൃക്കാക്കരപ്പന്മാരുടെ മുകളിൽ നമ്മൾ കുത്തിറക്കി വയ്ക്കുകയാണ് ചെയ്യണത്. അതുപോലെ തന്നെ 6 മാസം അല്ലെങ്കിൽ കൃഷ്ണകിരീടം എന്ന് പറയുന്ന ഈ ഒരു പൂവാണ് നമ്മൾ പിന്നീട് അലങ്കരിക്കാനെടുത്തത്. അപ്പോൾ ആ ഒരു പൂവ് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം നമ്മുടെ ഒരു കിരീടമൊക്കെ വെച്ച ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ തൃക്കാക്കരപ്പൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ തുളസിയാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മെയിൻലി എടുത്തത് നമ്മുടെ തുമ്പച്ചെടി, അതുപോലെ തന്നെ 6 മാസം അല്ലെങ്കിൽ കൃഷ്ണകിരീടം എന്ന് പറയുന്ന ചെടിയുടെ പൂവ്, അതുപോലെ തന്നെ തുളസി, ഈ 3 എണ്ണമാണ് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ചെണ്ടുമല്ലി, അതുപോലെ ചെമ്പരത്തി അങ്ങനത്തെ പൂക്കളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഈ വലുതിൻ്റെ മുകളിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെറിയ തൃക്കാക്കരപ്പൻ്റെ മുകളിലും ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ തൃക്കാക്കരപ്പന്മാരനെയൊക്കെ നമ്മൾ പൂവ് വെച്ച് അലങ്കരിച്ചിട്ടുള്ളൊരു
അവരുടെ ഒരു ഭംഗിയാണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചന്ദനം, അരച്ച ചന്ദനമാണ് ഉപയോഗിക്കുക. ഇനി നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓണത്തിന് നമ്മളെല്ലാവരും ഓണക്കോടി എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ തൃക്കാക്കരപ്പനെ നമ്മൾ ഓണക്കോടി ഉടുപ്പിക്കണം. അപ്പോൾ അത്തരത്തിൽ ഓണക്കോടി ഉടുപ്പിക്കുക എന്നൊരു ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നമ്മൾ പുതിയൊരു നൂലാണ് നമ്മൾ ചുറ്റി കൊടുക്കുക, ഓണക്കോടി ഉടുപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിനി പൂജയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ വിളക്ക് കത്തിച്ചു. അതുപോലെ നമ്മൾ വിളക്ക്, കിണ്ടി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ പൂജ ചെയ്യണത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തുമ്പപ്പൂ കൊണ്ട് നമ്മൾ അടയിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തുമ്പപ്പൂവിൻ്റെ അട എന്ന് പറയുന്നത് തുമ്പപ്പൂ, പഴം, നാളികേരം, അത് മൂന്നാണ് നമ്മൾ ആഡ് ചെയ്യുക. അത് 3 ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു അടയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ആ ഒരു അടയാണ് നമ്മളിവിടെ ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തെ തൃക്കാക്കരപ്പനുള്ള ആഹാരമായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പം അതുപോലെ ഈ പൂജയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തൃക്കാക്കരപ്പനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയൊരു വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഈ ഒരു തൃക്കാക്കരപ്പനെ നിങ്ങൾ വെക്കാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഈ ഒരു തൃക്കാക്കരപ്പനെ വെക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ആചാരം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പൊ മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മറ്റൊരു വീണ്ടും കാണുമ്പോഴേക്കും ബൈ.